ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തിയും വളരെ രുചികരവുമായ ഒരു സ്നാക്സ് തയ്യാറാക്കാം. നമുക്ക് ഹെൽത്തി സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്, 1 കപ്പ് സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാം. ഈ നട്ട്സിലെല്ലാം വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല മുടിക്കും നല്ല സ്കിന്നിനും വളരെ നല്ലതാണ്. ഇത് നമുക്കൊക്കെ ക്യാൻസർ വരാതെ തടയും. പിന്നെ BP ഷുഗർ കൺട്രോൾ ചെയ്യും. BP ഷുഗർ ഇല്ലാത്തവർക്ക് അത് വരാതെ നോക്കും. ഹൃദ്രോഗം വരാതെ ഇത് കഴിക്കുന്നത് സഹായിക്കും. പിന്നെ ഇതിനു വേണ്ടി ശർക്കരയും നമുക്ക് ആവശ്യമാണ്. ഈ ശർക്കരയിൽ ഹീമോഗ്ലോബിൻ കൂടുതൽ അളവിലുള്ളതിനാൽ നമുക്ക് രക്തമുണ്ടാവാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു സ്നാക്സ് തയ്യാറാക്കാം. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഈ നട്ട്സുകൾ ഓരോന്നിട്ടിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഈ ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുകാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബദാം പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം പരിപ്പ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വാളിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കരിയാതെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. വാൾനട്ടും ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി പംകിൻ സീഡ് ഇടാം. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ടെടുക്കാം. പംകിൻ സീഡും ചൂടായി വന്നിട്ടുണ്ട്, ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഈ പാത്രത്തിൽ കൂടെ തന്നെ കോരിയെടുക്കുക. ഇനി 1 കപ്പ് സൺഫ്ലവർ സീഡ് ചൂടാക്കിയെടുക്കാം. ഈ സൺഫ്ലവർ സീഡും ചെറുതായിട്ടൊന്ന് ചൂടായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കോരിയെടുക്കാം. ഇത് കളറ് മാറാതെ കരിയാതെ നമുക്കിത് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കൊരു കപ്പ് ഫ്ലാക്സ് സീഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ നട്ട്സുകളെല്ലാം നന്നായി കഴുകി വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത നട്ട്സുകളെല്ലാം ആണിത്. ഇത് നന്നായി ചൂടായി നമുക്ക് അതിലേക്ക് മാറ്റിയെടുക്കാം. ഫ്ലാക്സ് സീഡ് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഫ്ലാക്സ് സീഡ് കഴുകി കഴിഞ്ഞാൽ ഇത് കൊഴുത്ത് ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫ്ലാക്സ് സീഡ് ചൂടാക്കിയെടുത്താൽ മതി. ഈ ഫ്ലാക്സ് സീഡും നന്നായിട്ട് ചൂടായി ചെറുതായി പൊട്ടി വന്നു തുടങ്ങി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ നട്ട്സുകളെല്ലാം ഇതിലേക്ക് കോരിയെടുക്കാം. ഇത് നമുക്ക് 2 പാത്രങ്ങളിലാക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് അത് മിക്സിയിൽ നന്നായിട്ട് ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കാം. നമ്മുടെ 1 കപ്പ് ശർക്കര ഉരുക്കാൻ വെച്ചത് ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ നട്ട്സുകളെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട്
ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഇതേപോലെ നന്നായി പൊടിച്ച് കൊണ്ടുവരാം. നമുക്ക് ഇതെല്ലാതും ഇതേപോലെ പൊടിച്ച് കൊണ്ടുവന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ നട്ട്സുകളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്നാക്കാക്കി എടുക്കാം. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന നട്ട്സിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്നൊരു വലിയ പാത്രത്തിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലൊഴിച്ചിട്ട് നമുക്ക് റോളാക്കിയിട്ട് ഉണ്ടയാക്കിയിട്ട് എടുക്കാം. ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഇത്. നമുക്കിതിലൊഴിച്ച് ഉണ്ട പിടിക്കാം. നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നീരൊഴിച്ചിട്ട് ഇതുപോലെ പൊടിയിട്ട് ഉണ്ടയാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഉരുട്ടി വയ്ക്കാം. ഇതിൽ ഈ വാൾനട്ടും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇതിൽ എണ്ണമയം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ഇതിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല അണ്ടിപ്പുട്ടിൻ്റെയൊക്കെ ഷേപ്പിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഞാൻ ഇതേപോലെയുള്ളൊരു മോൾഡിൽ ആക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് പോകണം. അതുപോലെ ബാക്കിയുള്ള നട്ട്സിൻ്റെ പൊടിയൊക്കെ ഇതേപോലെ ഞാൻ മോൾഡിലാക്കിയിട്ട് ഉണ്ടാക്കി വയ്ക്കട്ടെ. ഒരു കപ്പ് ശർക്കര നീരിന് നമുക്ക് ഇതുപോലെ 20 ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈന്തപ്പഴം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ശർക്കര ഇല്ലാണ്ട് ഈന്തപ്പഴം മാത്രം ഇട്ട് ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ഉണ്ട പിടിക്കാം. നമുക്ക് ഈന്തപ്പഴവും ഈ നട്ട്സിൻ്റെ പൊടിയും കൂടിയിട്ട് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഈ നട്ട്സിൻ്റെ പൊടിയും ഈന്തപ്പഴവും കൂടിയിട്ട് അടിച്ച് കൊണ്ടുവന്നത് നമുക്കിതുപോലെ ഉണ്ട ഉരുട്ടി എടുത്ത് വയ്ക്കാം. ഈ നട്ട്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് വാൾനട്ട് ഇഷ്ടപ്പെടില്ല, അതിനൊരു ചവർപ്പ് രസമുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവർ വാൾനട്ടിന് പകരം കപ്പലണ്ടി ഉപയോഗിച്ചാൽ മതി. അതും നമുക്ക് നല്ലത് തന്നെയാണ്. ഇതേപോലെ ഉരുട്ടി വെച്ചിട്ട് നമുക്ക് ദിവസവും ഓരോന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വൈകിട്ടത്തെ ചായയുടെ സ്നാക്സായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു ഉണ്ടെടുത്ത് കഴിച്ചാൽ മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഇതേപോലെ ഉണ്ടയൊന്നും ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും സമയമില്ലാത്തവർക്കും ഇതേപോലെ നട്ട്സുകളൊക്കെ പൊടിച്ച് വെച്ചിട്ട് രാവിലെയോ വൈകിട്ടോ പാലിലോ ചൂടുവെള്ളത്തിലോ 1 സ്പൂൺ വീതം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നട്ട്സ് ഉപയോഗിച്ച് ഇതുപോലെ ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.